കഴിഞ്ഞ 7 വർഷമായിട്ട്, അത് 7 വർഷത്തിലധികമായിട്ട് സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് അവന് അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള BJP നേതാക്കന്മാർ ആക്രമിക്കുന്ന ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. ആളുകളുടെ മുമ്പിലുണ്ടായ സങ്കല്പം എന്തായിരുന്നു? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഒക്കെ നാഷണൽ ഹെറാൾഡ് കേസിൽ വലിയ അഴിമതി നടത്തിയെന്നായിരുന്നു പ്രചരണം. നിങ്ങൾക്കെല്ലാവർക്കും അറിയപ്പോൾ സിംബിജി വിശദീകരിച്ചു. യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി നോ പ്രോഫിറ്റ് കമ്പനിയാണ്. ഒരു പൈസയുടെ അഴിമതി അതിനകത്ത് നടന്നിട്ടില്ല, മൂവ്മെൻറ്റ് നടന്നിട്ടില്ല, ഒരു പൈസയുടെ അസറ്റ് മൂവ്മെൻറ്റും നടന്നിട്ടില്ല. എന്നിട്ടും അവരുണ്ടാക്കിയ പുകമറ എന്താണ്? എന്തോ ഭീകരമായ അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ CBI അന്വേഷിച്ച് കേസില്ല എന്ന് പറഞ്ഞ കേസാണ് 2016. ആ കേസാണ് 2021 വീണ്ടും പൊടുന്നനെ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രതികാര രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, മോശമാക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ നിയമവിരുദ്ധമായിട്ട് എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ കേസ്. ഇന്ത്യയിൽ BJP ഗവൺമെൻറ് EDയെ മിസ്യൂസ് ചെയ്തുകൊണ്ട്, ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തെ, കോൺഗ്രസ് അധ്യക്ഷനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, രാഹുൽ ഗാന്ധി നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ, 55 മണിക്കൂറാണ് 4 ദിവസം ഇൻ്ററോഗേറ്റ് ചെയ്തത്. വെള്ളം പോലും കൊടുക്കാതെ ഉണ്ടാക്കിയ പ്രതീതി എന്താണ്? രാഹുൽ ഗാന്ധി എന്തോ കുറ്റം ചെയ്തു. സോണിയാഗാന്ധിയെ, അതുപോലെ കോൺഗ്രസ് അധ്യക്ഷനെ അപമാനിക്കുകയായിരുന്നില്ലേ? ഇൻ്ററോഗേറ്റ് ചെയ്ത് വിളിച്ചു വരുത്തി 4 ദിവസം. ആ കേസാണ് കേസിന് വരാന്തയിൽ പോലും നിൽക്കാൻ പറ്റുന്ന കേസല്ല എന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇത് സത്യത്തിൽ EDയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്തേറ്റ അവരുടെ ഈ നടപടികൾക്കെതിരെ കനത്ത പ്രഹരമാണ് എന്നുള്ള കാര്യം സംശയം. വീണ്ടും കോടതിയെ സമീപിക്കാം. അല്ല, അവർ സമീപിക്കുമല്ലോ. ED തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കല്ലേ ഒരു കേസ്. അവരുടെ ജോലി, അവരുടെ യജമാനന്മാർ പറയുന്നത് നിയമം അല്ലെങ്കിലും നിയമവിരുദ്ധമാണെങ്കിലും യജമാനൻ പറഞ്ഞ് പോവാൻ. ED എന്ന് പറയുന്നത് BJPയുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല. അതിനേക്കാൾ തരംതാണ ഭാഷ ഉപയോഗിക്കേണ്ടി വരും. അത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ആ രീതിയിൽ തരംതാണിരിക്കുകയല്ലേ ഏജൻസികൾ. കോൺഗ്രസ് അധ്യക്ഷന് രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ കഴിഞ്ഞ മോഡിയുടെ എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. ആ പ്രസംഗത്തിന് ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി ആദ്യം രാജ്യത്തോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കുകയാണ് വേണ്ടത്. എക്കണോമിക് ഒഫൻസിങ് വേറൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ നേതാക്കളെല്ലാം ഈ പ്രോസസ്സിലൂടെ ഒന്നുകൂടി ഇതിപ്പം പാർലമെന്റ് സെഷൻ നടക്കുമ്പോൾ, ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് വീണ്ടും ഇതുണ്ടാക്കാൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെത്ര കള്ളക്കേസ് കൊടുത്താലും പേടിക്കുന്നവരാണോ ഞങ്ങളെല്ലാം? ഞാൻ ഫൈറ്റ് ഔട്ട് ചെയ്യും രാജ്യത്ത്. പക്ഷേ ഇതിനകത്തുള്ളൊരു വിജയം എന്ന് പറയുന്നത്, ഈ കോടതി മുമ്പാക്കിയിട്ടുള്ള ഈ കേസിൻ്റെ വിധി പുറത്തു വന്നതോടുകൂടി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന, അപമാനകരമാക്കുന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളുടെ കള്ളി വെളിച്ചത്തായി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ പോറ്റിയെ കയറ്റിയ പാർട്ടിനെതിരെ ഇപ്പോൾ കേസ് എടുക്കുന്ന സാഹചര്യം, അതുമായി അന്വേഷണം നടക്കുന്നുണ്ട്. അതൊരു വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്നാണ് പരാതി. ആ പരാതി എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? ഇതൊക്കെ അതിലൊക്കെ മറുപടി അറിയിക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് തോറ്റത് അത് കണ്ടുപിടിക്കാതെ പല പാട്ട് എഴുതിയ കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കേസെടുക്കാൻ മെനക്കെട്ടാൽ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇവരുടെ എല്ലാ ശ്രമങ്ങളും വീണ്ടും വീണ്ടും കുഴിയിലേക്ക് വീഴുന്ന രീതിയിലാണ്. അത്രേ അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഒരു പാട്ടിൻ്റെ കാര്യം കൊണ്ട്, ഒരു പാട്ട് കൊണ്ടാണ് ഇലക്ഷൻ ജയിക്കുന്നത്. സോണിയാഗാന്ധിയെക്കുറിച്ച്, നരേന്ദ്രമോദിയെക്കുറിച്ച്, അല്ലെങ്കിൽ പിണറായി വിജയനെക്കുറിച്ച് എന്തെല്ലാം പാട്ടുകൾ ആരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ആ രീതിയിൽ അതിനെ കാണുന്നതിന് പകരം അത് വേറെ രീതിയിൽ കാണുന്നതിനാണ്. അതിലും വർഗീയത കാണുന്നതാണ്.